ഖത്തറിൽ 3 ദിവസം നീണ്ടുനിന്ന പാസേജ് ടു ഇന്ത്യ സാംസ്കാരികോത്സവം സമാപിച്ചു. മിയ പാർക്കിൽ 3 ദിവസമായി നടന്ന ആഘോഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സമാപന ദിവസം വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി. ഇന്ത്യയിൽ നിന്നെത്തിയ ഖവാലി സംഘത്തിന്റെ സംഗീത പരിപാടിയും ശ്രദ്ധേയമായി. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും കലാമികവുകളും വിളംബരം ചെയ്തുകൊണ്ടുള്ള 3 ദിവസത്തെ സാംസ്കാരികോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സമൂഹങ്ങൾ ഒത്തുചേർന്ന മിയ പാർക്കിൽ സംഗീതവും നടന വിസ്മയങ്ങളും അരങ്ങുണർത്തിയ 3 ദിവസം ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി. സമാപന ദിവസമായ ശനിയാഴ്ച ഇന്ത്യയിൽ നിന്നെത്തിയ ഷാഹിദ് നിയാസിയും സംഘവും അവതരിപ്പിച്ച ഖവാലി സംഗീതം വേറിട്ട അനുഭവമായി. रंगरेज़ा रंगरेज़ा कुन फाया कुन कुन फाया कुन फाया कुन फाया कुन फाया कुन फाया कुन फाया. സമാപന പരിപാടിയിൽ ഉത്തരേന്ത്യൻ നൃത്തവിസ്മയമായ മെഗാ ദർബ ഡാൻസും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡോഗ് സ്ക്വാഡിന്റെ പ്രകടനവും സന്ദർശകർക്ക് കൌതുകമായി. തെരഞ്ഞെടുക്കപ്പെട്ട 40 ദീർഘകാല പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50 വർഷത്തെ ആഘോഷം കൂടിയായിരുന്നു സാംസ്കാരികോത്സവം. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICC സെക്രട്ടറി എബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗലു, ജനറൽ സെക്രട്ടറി മോഹൻകുമാർ, അപ്പെക്സ് ബോഡികളുടെ അധ്യക്ഷന്മാരും മാനേജ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ 3 ദിവസമായി നടന്ന പാസേജ് ടു ഇന്ത്യ 4ാം സീസണിൽ പങ്കെടുത്തു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ സ്പോൺസർമാരെ ആദരിച്ചു. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ സെന്ററും സംയുക്തമായി ഖത്തർ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് പാർക്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് 3 ദിവസത്തെ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. അൻവർ പാലേരി, 24 ദോഹ.